ഒരു 4-5 ടഫ് സീറ്റുകളുണ്ട്. അവിടെ ജനങ്ങൾ കോൺഗ്രസ് ജയിക്കേണ്ട സ്ഥലത്ത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും, CPM ജയിക്കേണ്ട സ്ഥലത്ത് CPMന് വോട്ട് ചെയ്യും. BJP വിജയിക്കാനുള്ള സാഹചര്യം പ്രബുദ്ധരായ കേരളത്തിലെ ജനത വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ താങ്കളുടെ സംസാരത്തിൽ തന്നെ ശ്രീ കുമ്മനം രാജശേഖരൻ BJPയുടെ പ്രസിഡൻ്റാകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്. പക്ഷേ അതാണ് എങ്കിൽ അത് ഏറ്റവും വലിയ ഒരു ബ്ലണ്ടറായിരിക്കും അവർ കാണിക്കുന്നത്. ഇവിടുത്തെ ജനകീയമായിട്ട് BJPയുടെ വേറൊരു ഇമേജ് കൊണ്ടുവരാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് BJPക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കില്ല. ഞങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് കേരളത്തിൽ സഖ്യമുണ്ടാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞ്, തോമസ് ഐസക്കിൻ്റെ പാർട്ടി അവരുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ മത്സരിച്ച് പോകുമ്പോൾ എവിടെയെങ്കിലും BJP ഒരു തലവേദനയായി വളർന്നു വന്നാൽ ജനങ്ങൾ തീരുമാനിക്കും ആര് ജയിക്കണമെന്ന്. ജനങ്ങൾ ജയിപ്പിച്ചോളും അതിനനുസരിച്ച്. മറുപടി അല്ല, MA ഷാനവാസ് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമാണല്ലോ. ഈ ജനമെന്ന് പറഞ്ഞാൽ ആരാണ്? എവിടെയെങ്കിലും BJP ജയിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ CPMനെ ഞങ്ങൾ സഹായിച്ചു കൊടുക്കും, തിരിച്ച് CPM ഞങ്ങളെ സഹായിക്കും. അത് കൃത്യമാണ്. ഇതെല്ലാ തെരഞ്ഞെടുപ്പിലും BJPയെ തോൽപ്പിക്കാൻ വേണ്ടി CPM കോൺഗ്രസിനെ സഹായിക്കും, കോൺഗ്രസ് CPMനെ സഹായിക്കും. ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. അതിനെയും കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമില്ല. ഇത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ആളുകളാണ് എന്ന് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതിനേക്കാൾ നല്ല തെളിവ് വേണോ?